guys, welcome back to my drama teller. ചേച്ചി അവനോട് ബ്ലൂ ഫ്ലെയിം ചോദിക്കുന്ന കേട്ട് ബോക്സും ആകെ ഷോക്കായി പോവാണ്. അത് കണ്ട് ചേച്ചി അവനോട് എന്റെ കുഞ്ഞനിയന്റെ ഡിസൈന് ഹെഡ് ക്വാർട്ടേഴ്സ് അഡോപ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. ഇവിടെ സീറുവും യുവാനും സീറുവിന്റെ അപ്പാർട്ട്മെന്റിലാണ്. അവൻ ലിറിക്സ് എഴുതിക്കൊണ്ടിരിക്കുവാണ്. യുവാന്, നമ്മുടെ കാര്യം കുറച്ച് വിയേർഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ എപ്പോഴും എന്നിൽ നിന്നും മാറി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുന്നേ കാറിലിരുന്നപ്പോഴും നീ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. നിനക്കൊന്ന് നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നിനക്ക് എന്നോട് അത്രയ്ക്ക് വെറുപ്പാണോ എന്ന് ചോദിക്കുന്നു. സീറു, ഞാൻ നിന്നെ വെറുത്തിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നു. യുവാൻ പിന്നെയും റിലേഷൻഷിപ്പിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഞാൻ സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ സ്റ്റാർ ആണ്, എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല എന്ന് സീറു പറയുന്നു. സ്റ്റാർസിനപ്പോ റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൂടാ എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഹൃദയമില്ലാത്ത ഒരാളെങ്ങനെയാ നല്ലൊരു സിംഗർ ആവുക? അങ്ങനെ പറ്റുമെങ്കിൽ അതൊരു ഡമ്മി ആയിരിക്കും എന്ന് പറയുന്നു. സീറു അതിന് ഞാനൊരു ഡമ്മിയാണ്, എനിക്ക് മാത്രമേ ഒരു ഡമ്മി ആവാൻ പറ്റുള്ളൂ എന്ന് റിപ്ലൈ കൊടുക്കുന്നു. യുവാൻ പിന്നെയും അവന് വൈൻ കൊടുക്കുവാണ്. വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് സീറു അവിടുന്ന് പോകുന്നു. അവക്കത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിലും ഞാൻ പോവില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് സീറു അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം എന്ന് പറഞ്ഞ് അവൻ പോവാൻ നിൽക്കുവാണ്. സീറുവിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട് യുവാൻ, നീ ഒരു കോൾഡ് സോംബി ആവാനാണോ നോക്കുന്നേ? എന്തിനാ നീ നിന്നോടും മറ്റുള്ളവരോടും ഇങ്ങനെ പെരുമാറുന്നേ? മുന്നേ ടെൻഷനായിരുന്നു, അവളെ നീ ഒരുപാട് വിഷമിപ്പിച്ചു. ഇപ്പൊ ഇതാ ഞാനും. എനിക്ക് പ്രോമിസ് ഒന്നും വേണ്ട, ഞാൻ നിന്നെ പ്രഷർ ചെയ്യാനും വരുന്നില്ല. ഇത് എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നിനക്ക് എന്തുകൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തെ എന്നല്ല അവള് പറയുന്നത് കേട്ട് സീറു, എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമല്ല, അവിടെ ഓൾറെഡി ഒരാളുണ്ട് എന്ന് പറയുന്നു. യുവാൻ ഒന്ന് ആലോചിച്ചിട്ട് ഷെൻഷനാണോ എന്ന് ചോദിക്കുന്നു. അവനൊന്നും പറയാത്തത് കണ്ട് യുവാനും അത് മനസ്സിലാവുന്നു. ഇവിടെ ഷെൻഷൻ അവളുടെ ഫയൽസ് ഒക്കെ എടുത്തിട്ട് ഓഫീസ് വെക്കേറ്റ് ചെയ്യുവാണ്. ബോക്സുവിനെ ബാൻ ചെയ്തത് കാരണം അവളും ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവളുടെ കോവർക്കർ അവളോട്, നിനക്ക് പ്രാന്തുണ്ടോ? ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ പോയിട്ട് ഒട്ടാനായിട്ട് സാധാരണ ആളുകൾ സീറുവിനോട് നോ പറയില്ല. നീ അല്ലാതെ ആരെങ്കിലും ബോക്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കുന്നു. ഞാനാണ് അവന്റെ ഏജന്റ്, ടെക്നിക്കലി പറയുവാണെങ്കിൽ ഞാനാണ് ആ കപ്പലിന്റെ എഞ്ചിനീയർ. ഞാൻ വിചാരിക്കാതെ ആ കപ്പൽ മുങ്ങില്ല. അവനൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് ഷെൻഷൻ പറയുന്നു. കോവർക്കർ, നീ സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് വിജയിച്ച് വീണ്ടും സീറോയിലേക്ക് തന്നെ പോകുന്നത് ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നീ എന്ത് കാര്യത്തിന് ഇത്രയ്ക്ക് വാശി പിടിക്കുന്നേ? എന്തായാലും ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് അവൻ വിഷ് ചെയ്തിട്ട്, എന്റെ നമ്പർ ഡിലീറ്റ് ആക്കണ്ട, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിക്കണം. എല്ലാം ഒന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും എന്ന് പറയുന്നു. ഷെൻഷൻ അവനോട് താങ്ക്സ് പറഞ്ഞ് ഡയറക്ടർ യുവിനോട് യാത്ര പറയാൻ വേണ്ടി വരുന്നു. ഇത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ഡയറക്ടർ നാനും കൂടെ ബോർഡിനോട് സംസാരിച്ച് നിന്നെ PR ടീമിലേക്ക് തന്നെ മാറ്റാം എന്ന് ഡയറക്ടർ യു പറയുന്നു. ഷെൻഷൻ സ്നേഹത്തോടെ ആ ഓഫർ നിരസിച്ച്, ഞാൻ ഇന്നോട്ട് ബോക്സുവിൽ ഫോക്കസ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഇനിയും അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട് ആവണം. അതിന് ടൈറ്റിലിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ ഗീവ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഗീവ് അപ്പ് ചെയ്യില്ല എന്ന് പറയുന്നു. ഡയറക്ടർ യു, ഇപ്പോ നിന്റെ ഫീലിങ്സ് അവനറിയോ എന്ന് ചോദിക്കുന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. ഡയറക്ടർ യു, ഇതെനിക്ക് കുറച്ച് കാലമായിട്ട് അറിയായിരുന്നു. എത്ര തന്നെ റിലേഷൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ആളുകൾ മാറും എന്ന് പറഞ്ഞ് നിനക്കിത് ചെയ്യണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നു. ആളുകൾ മാറും, ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത കാണിച്ചാൽ ആ മാറ്റം ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് ഇതുവരെ ചെയ്തു കൊടുത്ത എല്ലാ കാര്യത്തിനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഷെൻഷൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഡയറക്ടർ യു അവൾക്ക് ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നു. അവള് പോകുന്നത് എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഫ്യൂച്ചർ ഫ്രീസ് ആയ ഒരാൾക്ക് വേണ്ടി ഒരു ഏജന്റ് ജോബ് കളഞ്ഞിട്ട് പോകുന്നത് എല്ലാവർക്കും അത്ഭുതം തന്നെയാണ്. പ്രസിഡന്റിനോടും അവള് ബായ് പറഞ്ഞു പോകുന്നു. അവള് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ലഗേജ് എല്ലാം ഒരാൾ വണ്ടിയിലേക്ക് മാറ്റുന്നതാണ്. അവള് നേരെ അങ്ങോട്ട് പോയി ആ വർക്കറിനോട്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഈ സാധനങ്ങളൊക്കെ എന്തിനാ എടുത്ത് മാറ്റുന്നേ? ഇവിടുന്ന് അതിന് ആരാ പോകുന്നത്? ഞാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഈ സമയത്ത് യുവാൻ അങ്ങോട്ട് വന്ന്, ഞാനാണ് പോകുന്നത് എന്ന് പറയുന്നു. ലാൻഡ് ലേഡി നമ്മളെ പുറത്താക്കിയോ? പക്ഷേ നമ്മൾ റെന്റ് കൊടുത്തതല്ലേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. യുവാൻ അതിന്, ലാൻഡ് ലേഡി പുറത്താക്കിയിട്ടൊന്നുമല്ല ഇപ്പൊ ഞാൻ വെക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നിന്റെ തെറ്റല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ എനിക്ക് നിന്റെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റീസൺ ഒന്നും പറയാതെ അവിടുന്ന് പോകുന്നു. ഷെൻഷൻ വീട്ടിലേക്ക് വരുന്നു. ആകെ സാഡായിട്ട് യുവാനെ പറ്റി ചിന്തിക്കുന്നു. റീസൺ എന്താണെന്നൊന്നും അവൾക്ക് അറിയില്ല. എന്നാൽ യുവാൻ പോയിട്ടുണ്ടെന്ന് മാത്രമേ അവൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അവൾ ഒരുപാട് ഫീൽ ചെയ്യുന്നു. ഇവിടെ ബോക്സുവിന്റെ ചേച്ചി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ബോക്സ് PAയോട്, എനിക്ക് എങ്ങനെയാ നിങ്ങളോട് താങ്ക്സ് പറയണ്ടേന്ന് അറിയില്ല എന്ന് പറയുന്നു. താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ശരിയായില്ലേ എന്ന് PAയും പറയുന്നു. ഈ സമയത്ത് കേക്സിനും അങ്ങോട്ട് വരുന്നു. വന്നപാടെ അവളെ ഹഗ് ചെയ്തിട്ട്, ഞാൻ ഒരുപാട് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിന്നോട് ഞാനൊരു ഡയറ്റീഷ്യൻ ആണെന്നുള്ള കാര്യം? നീ വന്ന എല്ലാ ഫുഡും ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവനെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുവാണ്. എന്നാ ബോക്സ് പോകുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ നീ ഈ വീട്ടിലുള്ള ആളും ഞാൻ ഇവിടുത്തെ ഗസ്റ്റും ആണെന്നാ തോന്നുന്നത് എന്ന് ബോക്സ് പറയുന്നു. അവളാണെങ്കിൽ, നിനക്കെന്നെ ഫാമിലി മെമ്പർ ആക്കണോ? എനിക്ക് നിന്നെ പ്രപ്പോസ് ചെയ്യാനും പറ്റും എന്ന് പറയുന്നു. എന്നാ ബോക്സും അത് നെഗ്ലക്ട് ചെയ്തിട്ട് അച്ഛനെ കാണാൻ വേണ്ടി വരുന്നു. അച്ഛൻ സംസാരിക്കാൻ തുടങ്ങുന്നതും അവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയതിന് സോറി പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കരിയറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഞാൻ എന്റെ ഏജന്റുമായിട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നവൻ പറയുന്നത് കേട്ട് അച്ഛന് നന്നായിട്ട് ദേഷ്യം വരുന്നു. എന്തുണ്ടെങ്കിലും എന്തിനാ നീ അവളുടെ കാര്യം പറയുന്നത്? എനിക്ക് അവളെ ഇഷ്ടമല്ലാത്തതല്ല, എന്നാ അവക്ക് നിന്നെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മാത്രമേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നീ ഒരു സിംഗർ ആയിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കാം. നിന്റെ പ്രസിഡന്റിനെ കൊണ്ട് നിന്നെ അൺബാൻ ചെയ്യിക്കാനും എന്നെ കൊണ്ട് പറ്റും. ഇനിയും
ഇനിയും നിന്നെ സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ സ്റ്റാർ ആക്കി മാറ്റാം. എന്നാ നീ എനിക്കൊരു പ്രോമിസ് തരണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ലാതെ ഒരു കാര്യവും ചെയ്തു തരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പറ, എന്താ നിങ്ങളുടെ ഡിമാൻഡ് എന്ന് ബോക്സ് ചോദിക്കുന്നു. യാനിപ്പോ അങ്ങോട്ട് വന്ന് ഡോർ നോക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ബോക്സുവിന്റെ അച്ഛൻ, യാനെ നീ വിവാഹം കഴിക്കണം, അടുത്ത വർഷം തന്നെ ഒരു കുട്ടി ഉണ്ടായാൽ അത്രയും നല്ലത് എന്ന് പറയുന്നത് കേട്ട് അവള് നോക്ക് ചെയ്യാതെ അവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നു. ബോക്സു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നാണക്കേടും ഇല്ലാതെ എന്നോട് ഈ കാര്യം പറയാൻ പറ്റുന്നേ? എനിക്ക് ഷെൻഷനെയാണ് ഇഷ്ടം. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ യാൻ കെക്സിനും ഞാനും തമ്മിൽ ഒരു കെമിസ്ട്രിയും ഇല്ല. നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് എന്ന് പറയുന്നു. നിനക്ക് നിന്റെ സിംഗിങ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ അനുസരിച്ചേ പറ്റൂ എന്ന് ബോക്സുവിന്റെ അച്ഛൻ പറയുന്നു. എനിക്ക് എന്റെ സിംഗിങ് കരിയറും ഗിവപ്പ് ചെയ്യാൻ പറ്റില്ല, ഷെൻഷനെയും ഗിവപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ബോക്സ് പറയുന്നു. ബോക്സുവിന്റെ അച്ഛൻ, ശരി, നിനക്ക് ഇത് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണല്ലേ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ലോകത്തിന് മുഴുവൻ എതിരെ നിൽക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ ലോകത്തിന് മുഴുവൻ എതിരെ നിന്നിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങൾക്കെതിരെയാണ് നിന്നത് എന്ന് ബോക്സുവും പറയുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ആർഗ്യുമെന്റ് നടക്കുന്നു. ബോക്സു അവന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കാരണം അച്ഛന് നന്നായിട്ട് ദേഷ്യം വരുന്നു. അച്ഛൻ പി എ വിളിപ്പിച്ച് പി എയോട്, ഇവൻ എനിക്കെതിരാണ്, ലൈസൺ കമ്പനിക്കെതിരാണ്, കുടുംബത്തിന് മുഴുവൻ എതിരാണ്. അതുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇനി മുതൽ അവന് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, നീ അടക്കം ആരും ഇവന് വേണ്ടിയിട്ട് മധ്യസ്ഥത നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്നതും ബോക്സ് അവിടെ എഴുന്നേറ്റ്, നിങ്ങൾ കൂളാവാൻ നോക്ക്, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, ഇതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ പോണില്ല എന്ന് പറഞ്ഞു പോകുന്നു. പുറത്തേക്ക് വരുന്ന ബോക്സും ഞാനും ഇപ്പൊ സംസാരിക്കുവാണ്. ബോക്സു, നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അവൾ എസ് പറയുന്നു. ബോക്സു, ആക്ച്വലി ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് നേരത്തെ പറയാൻ ശ്രമിച്ചതായിരുന്നു. നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല, കാരണം എനിക്ക് ഇഷ്ടമുള്ള, ശരിക്കും ഇഷ്ടമുള്ള ഒരു ഗേൾ വേറെ ഉണ്ട് എന്ന് പറയുന്നു. ഷെൻഷനല്ലേ, ഞാൻ വീട്ടിലേക്ക് വരുമ്പോ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുന്ന നിന്റെ ഏജന്റ് അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. ബോക്സു അത് സമ്മതിച്ച് അവളോട് സോറി പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുന്നു. ബോക്സുവിന്റെ അച്ഛനും പി എയും ഇതെല്ലാം കാണുന്നുണ്ട്. ഞാനിപ്പോ നീ അവളുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കെ എന്ന് പറയുന്നു. ബോക്സു, എനിക്കിപ്പോ നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നേ. നീ ഒരു അമേസിംഗ് ഗേൾ ആണ്, നിനക്ക് നിന്റെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള ഒരാൾ വരും, അതെന്തായാലും ഞാനല്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്തായാലും നിന്റെ കൂടെ ഞാൻ ഡിന്നർ കഴിക്കാം എന്ന് പറയുന്നു. കെക്സിനും ഓക്കെ പറയുന്നു. ബോക്സ് അവിടുന്ന് ബായ് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. അവൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. റൂം കാർഡ് വെച്ചിട്ട് ഡോർ അൺലോക്ക് ചെയ്യാൻ നോക്കുന്നു, എന്നാൽ അൺലോക്ക് ആവുന്നില്ല. ഇപ്പോ ഡോർ ഓപ്പൺ ആവുന്നു. 3 ഗാർഡ്സ് അവന്റെ അപ്പാർട്ട്മെന്റിലുണ്ട്. നിങ്ങൾ എന്താ എന്റെ വീട്ടിൽ ചെയ്യുന്നേ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഈ അപ്പാർട്ട്മെന്റിന് റെന്റ് തരാൻ നിങ്ങളുടെ അച്ഛന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, സോ താമസിക്കാൻ വേണ്ടി നിങ്ങൾ വേറെ സ്ഥലം നോക്കേണ്ടി വരും എന്ന് അവർ പറയുമ്പോഴാണ് ഇത്തവണ സീരിയസ് ആയിട്ടാണ് അച്ഛൻ ഈ കാര്യമെല്ലാം പറഞ്ഞത് എന്ന് അവന് മനസ്സിലാവുന്നത്. ബോക്സ് അവരോട്, എനിക്ക് കുറച്ച് ക്ലോത്ത്സ് എടുക്കാനുണ്ട്, അതിന് പറ്റുമോ എന്ന് ചോദിക്കുന്നു. അവരും ഓക്കെ പറയുന്നു. അവന്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന്റെ പുറകെ തന്നെ അവർ 3 പേരും പോകുന്നുണ്ട്. അവന്റെ കുറച്ച് ഡ്രസ്സിന്റെ കൂടെ തന്നെ ഷെൻഷന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഷർട്ടും ഡ്രോയിങ് ബുക്കുമാണ് അവൻ എടുക്കുന്നത്. നേരെ ഒരു ഹോട്ടലിലേക്ക് വന്ന് റൂം ബുക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് ബോക്സു. എന്നാൽ അവന്റെ കാർഡ് റിജക്റ്റ് ആവുന്നത് കാരണം അവന് അതിനും സാധിക്കുന്നില്ല. അച്ഛൻ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് അവനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്ന് അവന് ബോധ്യം വരുന്നു. അച്ഛനുമായിട്ട് ഉടക്കുകയും ചെയ്തു. ഷെൻഷനെയും ചീത്ത പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് അവനിപ്പോ നടക്കുന്നത്. ഇവിടെ ഷെൻഷൻ മിസ്റ്റർ ഗുവിന്റെ റെസ്റ്റോറന്റിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് നേരമല്ലോ, എന്നിട്ട് നീ എന്താ പോവാത്തെ എന്ന് മിസ്റ്റർ ഗു ചോദിക്കുന്നു. റൂംമേറ്റ് വെക്കേറ്റ് ചെയ്തു, ആരും ഇല്ലാത്ത ബോറിംഗ് ഹോമിലേക്ക് പോവാൻ എനിക്ക് തോന്നുന്നേ ഇല്ല എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. മിസ്റ്റർ ഗു, അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും ഒരു ജോലി കണ്ടെത്തിയേ മതിയാവൂ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇവിടെ വന്നിങ്ങനെ ദിവസവും പാത്രം കഴുകി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുന്നതും, ബോക്സ് നിങ്ങളെ വിളിച്ചിരുന്നോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. വിളിച്ചിട്ടില്ല, അവന് നല്ല വാശിയാണ്, മാത്രമല്ല അവന്റെ ട്രെയിനിങ് നല്ല ഹാർഷായിരുന്നു, അവന് വേണ്ടത്ര ലീവ് അവനെ എടുക്കട്ടെ എന്ന് മിസ്റ്റർ ഗു പറയുന്നു. അവൻ സക്സസ് ആവോ എന്ന് അവള് ചോദിക്കുന്നു. അത് നീയോ ഞാനോ തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് അവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അവനാണ് ഈ കാര്യം തീരുമാനിക്കേണ്ടത് എന്ന് മിസ്റ്റർ ഗു പറയുന്നു. എല്ലാവരും അവനൊരു നല്ല സിംഗർ ആവാൻ പറ്റുമോ എന്നുള്ളതിനെ ചോദ്യം ചെയ്യുവാണ്. പക്ഷെ അവരൊക്കെ പറയുന്നത് പോലെ അവൻ അത്ര ടാലന്റ് ഇല്ലാത്തവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഷെൻഷൻ പറയുന്നു. ഇത് കേട്ട് മിസ്റ്റർ ഗു, അത് മാത്രമാണ് ടാലന്റ് എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ ഉള്ള നല്ല സിംഗേഴ്സിനെല്ലാം അതുണ്ട്. പെട്ടെന്നൊരു സിംഗർ ആവാന്ന് പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ല. ടാലന്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് കണ്ണീരൊഴുക്കേണ്ടി വരും, അതാണ് നിയമം, ഒരാൾക്കും അതിൽ എക്സെപ്ഷൻ ഇല്ല എന്ന് മിസ്റ്റർ ഗു പറയുന്നു. അവനത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നതും മിസ്റ്റർ ഗു, അവനിപ്പോ ഇത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചിലപ്പോ പറ്റും, പിന്നെ ഞാൻ അവന് നല്ലൊരു പുഷ് കൊടുക്കാം, തികച്ചും നല്ലൊരു പുഷ് എന്ന് പറയുന്നു. ഷെൻഷൻ അതിന്, നിങ്ങൾ അവനെ പുഷ് ചെയ്യേ, ഞാൻ അവനെ റിലാക്സ്ഡ് ആവാൻ സഹായിക്കാം, അവന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പ്ലാൻ ഒന്നുമില്ല, ഒറിജിനൽ മ്യൂസിക് ഇതെല്ലാം തെളിയിക്കും, അവന് സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്ന് അവൾ പറയുന്നു. മിസ്റ്റർ ഗു,
ഓ ഇതായിരുന്നല്ലേ ഇത്രയും ദിവസം നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, അവനും അവന്റെ കരിയറും എന്ന് പറയുന്നു. ഞാൻ അവന്റെ ഏജന്റ് അല്ലേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നതും, ശരിയാണ്, ഏജന്റ് ആയതുകൊണ്ടാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് മിസ്റ്റർ ഗു പറയുന്നു. ഇതേ സമയം ഇവിടെ ബോക്സ് അവന്റെ ബാഗൊക്കെ എടുത്ത് വേറെ ഒരു വഴിയും ഇല്ലാതെ ഷെൻഷന്റെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഡോറ് ലോക്ക്ഡ് ആണ്. ഇവളിതെവിടെ പോയി എന്ന് ചിന്തിച്ച് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിലൂടെ 3 കമ്മിറ്റി ഗാർഡ്സ് വരുന്നു. ബോക്സുവിന്റെ കാറ് കണ്ടിട്ട് ഇത് ആരുടെ കാറായിരിക്കും എന്ന് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെൻഷന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ബോക്സുവിനെ അവർ കാണുന്നത്. ഇയാൾ ഇവിടെ ഉള്ളതല്ലോ എന്നും പറഞ്ഞ് ബോക്സുവിന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ട് നീ ആരാ എന്ന് ചോദിക്കുന്നു. അവനത് കാര്യമാക്കാതെ പോകുന്നതും നീ എന്താ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നേ എന്ന് അവർ ചോദിക്കുന്നു. ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ ലൈറ്റ് ഒന്ന് മുഖത്തുനിന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ബോക്സ് ചോദിക്കുന്നു. എന്നാ അവരതൊന്നും കേൾക്കുന്നില്ല, അവനെ വളഞ്ഞേക്കുവാണ്. ബോക്സു, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഒരു ബാഡ് ഗായ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ശരിക്കും എന്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയുന്നു. എന്നാ അവരതൊന്നും കേൾക്കുന്നില്ല, അവന്റെ ബാഗിൽ മാരകായുധങ്ങൾ വരെ ഉണ്ട് എന്നാണ് അവർ സംശയിക്കുന്നത്. അവനെ കമ്മിറ്റിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യണം എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാൻഡ് ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. ഗാർഡ്സിൽ ഒരാൾ ലാൻഡ് ലേഡിയോട് നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കാൻ നോക്കിയ കള്ളനെ ഞങ്ങൾ പിടിച്ചു എന്ന് പറയുന്നു. ലാൻഡ് ലേഡി ബോക്സുവിനെ കാണുന്നതും ഇവൻ എന്റെ വീട്ടിൽ വാടകയ്ക്ക് നിൽക്കുന്നവരുടെ ഫ്രണ്ടാണ്, എനിക്കിവനെ നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് ഇവനെ കണ്ടിട്ട് കള്ളനെ പോലെയാണോ തോന്നിയേ? ഇവൻ വളരെ നല്ലവനാണ്, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യാൻ നോക്ക് എന്ന് പറയുന്നു. അവര് സോറി പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ലാൻഡ് ലേഡിയും ബോക്സും സംസാരിക്കുന്ന സമയത്ത് ഷെൻഷൻ അങ്ങോട്ടേക്ക് വരുന്നു. നീ വന്നോ? നിന്റെ ബോയ് ഫ്രണ്ട് നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റി ഗാർഡ്സ് ഇപ്പൊ തന്നെ ബാഡ് ഗായ് ആണെന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചോണ്ട് പോകേണ്ടതായിരുന്നു. നീ അവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക്, ഞാൻ വീട്ടിലേക്ക് പോവാണ്, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്ക്, അടി ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞു കൊണ്ട് ലാൻഡ് ലേഡി അവിടുന്ന് പോവുകയാണ്. ഷെൻഷൻ ബോക്സുവിനെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പോയി ഡോറ് തുറക്കുന്നു. അവനോട് അകത്തേക്ക് വാന്ന് പറയുന്നതും ബോക്സ് നല്ല സ്മൈൽ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോകുന്നു. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഞാനങ്ങനെ ചൂടാവണമെന്നൊന്നും വിചാരിച്ചതായിരുന്നില്ല, പക്ഷേ പറ്റിപ്പോയി എന്നവൻ പറഞ്ഞിട്ടും അവൾ ഒന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. അവൻ വീണ്ടും സോറി, എന്നോട് ഒന്ന് ക്ഷമിച്ചതാ എന്ന് പറയുന്നു. ഷെൻഷൻ അവന്റെ മാപ്പ് പറയല് കേട്ട് നീ ആദ്യമായിട്ടാണ് സോറി പറയുന്നത് എന്ന് പറയുന്നു. ബോക്സും ആണെങ്കിൽ ശരിക്കും ആദ്യമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കുമല്ലോ എന്റെ തെറ്റ് സമ്മതിച്ചിട്ടുണ്ടാവുക, അതും നിന്റെ മുന്നിൽ. ഇപ്പൊ നീ ഹാപ്പി ആയോ എന്നവൻ ചോദിക്കുന്നു. ഷെൻഷൻ, പഞ്ചാര അടിക്കാൻ നിൽക്കണ്ട, ഞാൻ ക്ഷമിക്കാൻ നോക്കാം, അത്രേ എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഈ ഗ്ലാസ്സിലെ വെള്ളവും കുടിച്ച് നിർത്തിട്ട് നിന്റെ പണി നോക്കി പെട്ടെന്ന് പോവാൻ നോക്ക് എന്നവള് പറയുന്നു. ബോക്സു, ശരിക്കും നീ എനിക്ക് ക്ഷമിച്ചു തന്നില്ലേ? നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ? സത്യത്തില് എനിക്കിന്ന് പോവാൻ ഒരു ഉദ്ദേശവും ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉറങ്ങാൻ പോവാണ് എന്നവൻ പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ട് ഷെൻഷൻ നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുന്നതോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.